ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് രാവിലെ കൊച്ചടുക്കളയിൽ കയറിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. കാര്യം പിന്നെ ഡിന്നർ ഉണ്ടാക്കേണ്ടി വരും. ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാം പുറത്തു പോവാണ്, ലഞ്ച് ഔട്ടാണ്. വിഷ്ണു വന്നിട്ടുണ്ട്, അപ്പോൾ വിഷ്ണു മോനുണ്ട്. പിന്നെ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഔട്ടിങ് പോകണം വളരെ അപൂർവമാണ്. കാര്യം ഞാനും അനിക്കുട്ടിയും കുഞ്ഞുമായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. വിഷ്ണു വന്നപ്പോൾ ഞങ്ങളെപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് വിഷ്ണുവും ഞങ്ങളൊരു ബോയിച്ചേട്ടനെ കിട്ടാൻ വളരെ പാടാണ്. ഇന്നിപ്പോൾ ബോയിച്ചേട്ടന് വരാൻ വന്നിട്ടുണ്ട് ലഞ്ച് ഔട്ട്. കുട്ടന് വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോകാൻ. അപ്പോൾ രാവിലെ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ റവ ഇഡ്ഡലി, റവ ദോശ ഇതൊക്കെ ഉണ്ടാക്കുക, സാധാരണ ദോശ ഉണ്ടാക്കുക. അപ്പോൾ റവ ഇഡ്ഡലി തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്താലോ എന്ന് എനിക്കൊരു തോട്ട് പ്രോസസ്സ്. അപ്പോൾ ഞാനൊരു തേങ്ങയില്ലാത്തൊരു ചമ്മന്തിയും തമിഴ്നാട് സ്റ്റൈലിൽ, അതിനോടൊപ്പം ഒരു ബീട്രൂട്ട് റവ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാണ്, തുടങ്ങാൻ പോകണു. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ബീട്രൂട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളാക്കി. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമല്ലല്ലോ, അതിൻ്റെ ജ്യൂസ് കിട്ടും. ഓക്കെ, ആ ജ്യൂസും കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ബീട്രൂട്ടിനെ ഒന്ന് അരച്ചതിൻ്റെ ജ്യൂസ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഇത് ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിലെ ബീട്രൂട്ടായിരുന്നു. സാധാരണയായിട്ട് നമ്മൾ റവ ഇഡ്ഡലിയിൽ ഗ്രേറ്റ് ചെയ്തിടുന്നത് ക്യാരറ്റാണ്. അപ്പോൾ അതിൻ്റെ പോലെ ഗ്രേറ്റഡ് ക്യാരറ്റിന് പോലെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർക്കുന്നു. അപ്പോൾ വേറൊരു എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം ചേർക്കുമ്പോൾ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കുമല്ലോ. അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഞാൻ ചിലപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ അരച്ചത്. ബീട്രൂട്ട് ജ്യൂസ് റെഡി. ഇനി മിക്സ് ചെയ്ത് തുടങ്ങാം. മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞാലേ അത് കറക്റ്റായിട്ട് ഇങ്ങനെ പൊലിച്ച് വരുള്ളൂ. ആ ഒരു ടൈം കൊടുക്കാം. ഇതിന് ഒരു കപ്പ് തൈര് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആദ്യമേ ചേർക്കാൻ പോകണം. കറക്റ്റ് ഇതധികം പുളിയില്ലാത്ത ഒരു കപ്പ് തൈര്. ഇതിൻ്റെ കൂടെ ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് മെഷർ ചെയ്ത് വയ്ക്കാം. ഒരു കപ്പ്. ഒരു കപ്പ് വെള്ളം കൂടി വേണം. അപ്പോൾ ഇത് ഒരു 1.25 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ബാക്കി വെള്ളം ഒഴിക്കാം. അപ്പോൾ കറക്റ്റ് 2 കപ്സ് ആവും. ഒരു കപ്പ് ബീട്രൂട്ട് ജ്യൂസും ഒരു 1/4 കപ്പിൻ്റെ കൂടെ ബാക്കി വെള്ളം. അപ്പോൾ രണ്ടാമത്തെ കപ്പ് വെള്ളം. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് വേണമെങ്കിൽ 2 കപ്പ് ജ്യൂസൊന്നും പറയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് 2 കപ്പ് റോസ്റ്റഡ് റവയാണ്. ഇതിപ്പോൾ ആദ്യത്തെ കപ്പ്. ഇനി ഒരു കപ്പും കൂടി ഒഴിക്കാം. അപ്പോൾ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞാൽ വറുത്ത റവയാണ്. റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കാം. ആ തൈരും എല്ലാം ഇതിനകത്തേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടും. അപ്പോൾ ഇനി ഈ ഒരു ബാറ്റർ ഒരു 20 മിനിറ്റ് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ മാവ് അടച്ച് വയ്ക്കുന്നു. ഈ സമയം ഒരു കാര്യം ചെയ്യാം, നമുക്കത് താളിച്ചിടാം. അതായത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കടുക് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് താളിച്ച് ഇച്ചിരി നെയ്യിൽ വറുത്തിട്ട് ഈ മാവിലേക്ക് തന്നെ ഇടണം. അതിപ്പോൾ ചെയ്യാം. നമുക്കെന്തായാലും 20 മിനിറ്റ് സമയമുണ്ട്. ആ സമയം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടും. കുറച്ച് നെയ്യ് തന്നെ ചൂടാക്കാം. 1 ടേബിൾ സ്പൂൺ എടുക്കാം. ടോട്ടൽ 3 ടീസ്പൂൺ ഈസ് 1 ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ആഹാ, നല്ല മണം, നല്ല മണം, നല്ല മണം. പിന്നെ കുറച്ച് കറിവേപ്പില ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ചെറിയ പീസസ് ആയിട്ട്. ഇത് കറക്റ്റായിട്ട് നല്ലതായിട്ട് മുരിച്ച് ഈ തയ്യാറാക്കിയ മാവിലേക്ക് ഇതും കൂടി ചേർക്കാം. ഇപ്പോൾ ഇളക്കണ്ട, നമ്മളിത് ഇച്ചിരി ഒന്ന് കൂൾ ഡൗൺ ചെയ്തിട്ട് അതിലേക്ക് ചേർത്താൽ മതി. കാര്യം ഇത് ചൂടോടുകൂടി അതിൽ ചേർക്കണ്ട. അതിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നമ്മളായിട്ട് തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞു. തീ ഓഫ് ചെയ്യുന്നു. ഇതിലേക്ക് ഒഴിക്കുന്നു എന്നേ ഉള്ളൂ, ഞാൻ ഇളക്കുന്നില്ല. ഓക്കെ, ഇളക്കുന്നത് തണുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 20 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മാവ് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മൾ താളിച്ചിട്ട കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ജീരകം, നല്ല ജീരകവും കൂടി ചേർത്തിട്ട് പൊട്ടിച്ച് താളിച്ചിടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്.
എനിക്കങ്ങനെ ഇതിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്രയും ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നാറില്ല. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്, ഉണ്ടോന്നൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. കുറച്ച് ഉപ്പും കൂടി വേണം. ഈ ഒരു പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, കൺസിസ്റ്റൻസി. ഇനി ഇത് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ചേർത്താലും മതി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൽ 2 കാര്യങ്ങൾ ചേർക്കണം. ഒന്ന് ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ 20 മിനിറ്റിന് ശേഷം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ്, മാവ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇനി ഈനോ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈനോ പ്രത്യേകിച്ച് ഫ്ലേവർ ഉള്ളതൊന്നും ചേർക്കാം. ഇതിപ്പോൾ ലെമൺ ഫ്ലേവറാണ്. അങ്ങനെ ഫ്ലേവർ ഉള്ളത് വേണമെന്നില്ല, പ്ലെയിൻ ആയിട്ടും കിട്ടും. അത് ഒരു പാക്കറ്റ് ഈസ് 5 grams. അത് ചേർക്കാം. അതായത് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ഗ്രാമാണ്. ഒരു പാക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ശരിക്കും നല്ല നമ്മുടെ ബേക്കിംഗ് പൗഡറും ഈനവും കൂടെ ചേർന്ന് വരുമ്പോൾ മാവ് ഇപ്പം തന്നെ ഒരു ഫ്ലഫി ആകുന്നുണ്ടോ. മാവിങ്ങനെ നോക്കിയേ, പൊട്ടി വരുന്ന നോക്കിയേ, പതഞ്ഞ് വരുന്ന പോലെ. അതിൻ്റെ ഒരു രാസപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. മാവ് നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് മാറും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഇനി അടുപ്പ് കത്തിക്കാൻ പോകുന്നു. ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. നോക്കൂ, മാവ് നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയി മാറിക്കഴിഞ്ഞു. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ തടവി വയ്ക്കാം. ഇനി അടുത്ത തട്ട ഇഡ്ഡലിയുടെ ഷേപ്പിൽ ഉണ്ടാക്കാനായിട്ട് ആ പ്ലേറ്റിലും കൂടി എണ്ണ തടവി കൊടുക്കാം. അപ്പോൾ ആദ്യം മാവ് തട്ട ഇഡ്ഡലിയുടെ പ്ലേറ്റിലേക്ക് തന്നെ കോരി ഒഴിക്കട്ടെ. അതിലേക്ക് ആവശ്യമുള്ള മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മാവ് നമുക്ക് ഇഡ്ഡലി തട്ടിലും ഒഴിക്കാം. ഇഡ്ഡലി പാത്രം, അപ്പോൾ ഇഡ്ഡലി പാത്രങ്ങളിൽ തട്ടിലും വെച്ചു, ഷേപ്പ് തട്ട ഇഡ്ഡലിക്കും വെച്ച് കഴിഞ്ഞു. പിന്നെ ഇതിൽ ഞാൻ ചേർക്കാത്തൊരു കാര്യം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് കേട്ടോ. ഈ എന്താ പറയുക, നെയ്യിൽ വറുത്തിടുന്ന കൂട്ടത്തിൽ അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ചിട്ട് അത് ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ നല്ല ജീരകം ചേർക്കാം. അതൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്. ആവി വന്ന് തുടങ്ങി, എടുത്ത് വെക്കട്ടെ. ഫസ്റ്റ് തട്ടായിട്ട് ഇത് വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഇഡ്ഡലി വയ്ക്കാം. ഇതാ അടുത്തതും വെച്ചു. ആവി വന്നിട്ടൊരു 15 മിനിറ്റെങ്കിലും ആവി കയറണം. അപ്പോൾ ഏതാണ്ട് ആവി വന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞു. അതെ, വെന്തിട്ടുണ്ട്. യെസ്, ഓക്കെ, പാകത്തിന് വെന്തു. ഇനി തീ ഓഫ് ചെയ്യാം. അല്പം ഒന്ന് തണുക്കാൻ സമയം കൊടുക്കണം, എന്നിട്ട് മാത്രം ഡിമോൾഡ് ചെയ്യാം. നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ ഇപ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് കളറായിട്ടാണ് ഇരിക്കുന്നത്. അതായത് കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ കുറച്ചായിട്ട് ഇങ്ങനെ കുറഞ്ഞ് വരും. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്നൊക്കെ ആണെങ്കിൽ ആ ഒരു കളർ കുറച്ച് റീറ്റെയിൻ ചെയ്ത് കഴിച്ചപ്പോൾ ഇതൊരു ഓറഞ്ച് കളറാണ്. ഡിസൈനർ വെയർ പോലെ വന്നിരിക്കുകയാണ്. നോക്കി, പല 2 കളറിൽ ഓൾട്ടർനേറ്റ്. കാര്യം എന്താ വെച്ചാൽ അതിൽ ആവിയിലെ വെള്ളം വീണിട്ടാണ് അങ്ങനെ ഒരു കളർ ഡിഫറൻസ് വന്നത്. സ്റ്റീമിൽ നിന്ന് വാട്ടർ ഇങ്ങനെ വീഴുമ്പോൾ അതങ്ങനെ സംഭവിക്കുന്നതാണ്. ഓക്കെ, അല്പം തണുക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ 2 തട്ടും ഒന്നിച്ചാണ് വെച്ചത്. അത് കാരണമാണ് ഇതിൽ കുറച്ചിങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ആവിയുടെ വെള്ളം ഇറങ്ങിയത്. സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കളർ വരില്ല. പക്ഷേ ഇത് രസമുണ്ട്, ഇതൊരു വേറെ ഒരു ഡിസൈൻ എനിക്കിഷ്ടമായി. ആദ്യമേ നമ്മുടെ തട്ട ഇഡ്ഡലിയും കമിഴ്ത്തിയിടാം. ഓ വാവ്, മറു സൈഡ് അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് നോക്കിയാൽ നല്ലൊരു വട്ടയപ്പം മാതിരി റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെയാണ്. ഇഡ്ഡലി ഈസി ആയിട്ട് ഇളകി വരും. നല്ല വലിപ്പമുണ്ടല്ലോ, വലുതാണ്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നോക്കിയത് എത്ര പീസായിട്ടാണെങ്കിലും കണ്ടത് നല്ല സോഫ്റ്റ്. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. റവ തട്ട ഇഡ്ഡലിയും നോർമലായിട്ടുള്ള റവ ഇഡ്ഡലി, ബീട്രൂട്ട് റവ ഇഡ്ഡലി. കളർ നോക്കിയത് രസമുണ്ടല്ലേ, സംതിങ് ഡിഫറെൻറ്റ്. ഇനി ഇതിൻ്റെ ചമ്മന്തി റെഡിയാക്കാം. അപ്പോൾ നമുക്കിനി
തട്ട ഇഡ്ഡലി ആൻഡ് റവ ഇഡ്ഡലിക്ക് വേണ്ട നല്ലൊരു എന്താ പറയുക തേങ്ങയില്ലാത്ത ലൂസ് ചമ്മന്തി ഉണ്ടാക്കാം. ഒരു തമിഴ്നാട് സ്റ്റൈലിൽ. ഓക്കെ, ഈ റോഡ് സൈഡ് സ്ട്രീറ്റ് ഫുഡിലൊക്കെ കൊടുക്കുന്ന പോലത്തെ തട്ട് കടകളിൽ കൊടുക്കുന്ന ചമ്മന്തി, പൊട്ടുകടല ചമ്മന്തി. അതും കൂടി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അത് വേറൊന്നുമില്ല. അതെ, ഒരു വലിയ സവാള കഷ്ണങ്ങളാക്കി വെച്ചു. ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ, ഒരുപാടില്ല, ചെറിയൊരു കഷ്ണം ഇഞ്ചി. പിന്നെ പുളി ഒരല്പം, അത് ഞാൻ വറുക്കുന്നില്ല, അത് ലാസ്റ്റ്. അപ്പോൾ ഇതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് കളറ് മാറി ബ്രൗണൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നോക്കിയേ, എല്ലാം കൂടി ചേർത്ത് നന്നായി വാടി തുടങ്ങി, ചെറുതായിട്ട് ടെൻഡറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊരികടലയും കൂടി ചേർക്കുന്നു. പൊരികടല ചേർത്തിട്ട് 2-3 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. ഇതിന് ഓൾറെഡി പാത്രം നല്ല ചൂടായി കിടക്കാമല്ലോ, അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊന്ന്, ആ കടലയുടെ പച്ചച്ചുവയൊന്ന് മാറിക്കിട്ടും. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. തീ ഓഫാക്കാം. ഇനി വറുക്കേണ്ട ആവശ്യമില്ല. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കട്ടെ, അത് കഴിഞ്ഞ് അരച്ചെടുക്കാം. ചമ്മന്തിയുടെ കൂട്ട് മിക്സിയിലേക്ക് മാറ്റാം. നല്ല മണം. ഇത് വറുത്ത് വഴറ്റി എടുക്കുന്നുണ്ട്. പാകത്തിന് തണുത്തുമല്ലോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരയ്ക്കും. ഇതിപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നല്ല പേസ്റ്റ് പോലെ അരയുന്നുണ്ട്. ഉപ്പ് നോക്കട്ടെ. എരിവൊക്കെ ഉണ്ട്, പുളിയുണ്ട്, ഇച്ചിരി ഉപ്പും കൂടി ആവാം. നല്ല എരിവുണ്ട്. ഇനി ഇതിൽ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കും, അതുകൊണ്ട് ഉപ്പിച്ചിരി കൂടുതലിടാം. ഇനിയും വെള്ളം ചേർക്കാം. കുറച്ച് ലൂസായിട്ടായിരിക്കട്ടെ. അത്യാവശ്യം നല്ല എരിവുണ്ട്. എൻ്റെ ആ 3 പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, സ്പൈസി. നിങ്ങൾ നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ. ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. 1-1.5 ടേബിൾ സ്പൂൺ, മാക്സിമം 1 ടേബിൾ സ്പൂണിലും ചെയ്യാം വേണമെങ്കിൽ. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. സൂപ്പർ. എണ്ണ നല്ല ചൂടായിരുന്നു, അതാണ് ഇത്രയും പൊട്ടൽ വന്നത്. കറിവേപ്പില. ഓക്കെ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പണി. അരച്ച് വെച്ച് ചമ്മന്തിയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് എത്ര ലൂസാകാൻ നോക്കിയിട്ട് നോക്കിയേ, 1 കപ്പ് വെള്ളം ഒഴിച്ചാണ്, എന്നിട്ടും ഇത്രയും തിക്കാണ്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കാം. ചെറിയ തീയിൽ കടന്നിട്ട് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരട്ടെ. തിളച്ച് മറിയണ്ട, അല്ലാണ്ട്. കാര്യം ഇത് ഓൾറെഡി കുക്ക്ഡാണല്ലോ, നമ്മളെല്ലാം വഴറ്റി ചേർത്താണ്. ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രമേ. നല്ല ലൂസാണെന്ന് പറഞ്ഞാലും അത്ര ലൂസല്ല. ഇനിയും വെള്ളം ഒഴിക്കാൻ വേണമെങ്കിൽ അതേ നോക്കിയേ, എത്ര വേണമെങ്കിലും ലൂസാക്കാൻ പറ്റും. അത്രയും അത്യാവശ്യം തിക്കാണ് ഇപ്പോഴും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നു. ഇനി ഇതിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ ചേർക്കും. ഉപ്പൊക്കെ നോക്കട്ടെ. ഇപ്പോൾ ഉപ്പിട്ട് ആവശ്യത്തിന്. അങ്ങനെ നല്ല 1-ാം തരം ചമ്മന്തി റെഡി, വിത്തൗട്ട് തേങ്ങ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തേങ്ങ ഇല്ലാണ്ട് ഇത്ര നന്നായിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റി ആയിട്ട്. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാൻ പോണു. അതെൻ്റെ ഒരു സന്തോഷത്തിനും ഇഷ്ടത്തിനും. നിർബന്ധമില്ല, ഓപ്ഷണൽ. കുറേ മല്ലിയില ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചമ്മന്തിയിലേക്ക് ചേർക്കാം. കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു ചൂടായി. തിള വരാറായി. ആവശ്യത്തിന് പുളിയുണ്ട്, കറക്റ്റാണ്. പാത്രത്തിലേക്ക് മാറ്റാം. ചമ്മന്തി തേങ്ങ ചേർക്കാത്ത പൊട്ടുകടല ചമ്മന്തി. ഇത് വൈറ്റ് കളറാണ്. ഇനി ഇത് ഓറഞ്ച് കളർ ആക്കണമെന്നുണ്ടെങ്കിൽ വറ്റൽ മുളകിൻ്റെ എണ്ണ
അതായത് അരയ്ക്കുമ്പോൾ വറുത്തരയ്ക്കുന്ന വറ്റൽമുളക് ആയാൽ മതി. പച്ചമുളക് പേരിന് വേണ്ടി ചേർത്താൽ മതി ഒരെണ്ണം. കാണാൻ തന്നെ എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. നമ്മുടെ ബീട്രൂട്ട് റവ ഇഡ്ഡലി ആൻഡ് തട്ട ഇഡ്ഡലി വിത്ത് ചമ്മന്തി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കുശാൽ. വിളമ്പുന്ന രീതി. അപ്പോൾ കഴിക്കാൻ സമയം നമ്മളിങ്ങനെ വിളമ്പും. ദേ ഇത് 2 ഇഡ്ഡലി, അതിന് ചുറ്റും ചമ്മന്തി. ചമ്മന്തിയിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെ ഒഴിക്കാം, അത്രയ്ക്ക് ഒഴിക്കാം നമുക്ക്. ഇത്തരം ചമ്മന്തിക്ക് തണ്ണി ചമ്മന്തി എന്നാണ് പറയുന്നത് തന്നെ സത്യം. അതായത് ഭയങ്കര ലൂസായിട്ട് ചെയ്യുന്ന ചമ്മന്തിയാണ്. പക്ഷെ ഞാൻ അത്രയും ലൂസാക്കിയിട്ടില്ല. പക്ഷെ നോക്കിയേ, ഒരു ഫ്ലോട്ടിങ് ഐലൻഡിൽ കിടക്കുന്ന പോലെ, ഒരു ഫ്ലോട്ടിങ് ഐലൻഡ് പോലെ. ഓക്കെ, കിടക്കുന്ന പോലെയല്ല, ഇത് മാത്രം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ശരിക്കും നിറച്ച് ചമ്മന്തി കൂട്ടി നല്ല കുതിർത്ത് കഴിക്കും. നല്ല ഭംഗിയില്ലേ കാണാൻ, നൈസ്. ഇനി നമ്മുടെ തട്ട ഇഡ്ഡലി കുറച്ചുകൂടെ നോക്കിക്കോളൂ. ഇതെങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം. ഇത് നോക്കിയേ, നൈസ് സോഫ്റ്റ്. ഇത് ഇഷ്ടപ്പെട്ടു ഏത് രീതിയിലാണ് വേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. ഇത് കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഇത്രയും പീസസ് നമ്മൾ വട്ടയപ്പമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് എത്ര പീസ് വേണം അത്രയും പീസ് എടുത്തിട്ട് ഇതുപോലെ ചമ്മന്തി കൂട്ടി കഴിക്കാം. ഇനി ഇതിൻ്റെ കൂടെ അതേ നോക്കിക്കോളൂ, നമ്മുടെ തട്ട ഇട്ടിട്ട് ഒരു പീസും കൂടി വെച്ചു കാണിക്കാനായിട്ട്. ഇനി കഴിക്കുന്ന കാണണേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോക്ക് ചെയ്ത് ഇതിങ്ങനെ കുഴച്ച് വയ്ക്കാം. നിറച്ച് ചമ്മന്തി നോക്കിക്കോളൂ. ഇത് കണ്ടൻ്റ് എല്ലാം സെയിമാണ്, ഷേപ്പ് മാത്രമേ ഉള്ളൂ മാറ്റം. നിറയെ ചമ്മന്തി കൂട്ടി ഇങ്ങനെ കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ആഹോ, നോ വേർഡ്സ്. ഗംഭീരമായിട്ടുണ്ട്. ചമ്മന്തി ഇങ്ങനെ കോരി കുടിക്കാം. ഇഡ്ഡലിയുടെ ഉള്ളിൽ നോക്കിക്കോളൂ, അതിൻ്റെ ഒരു പീസ് എടുക്കുന്നു. ഇത് ശരിക്കും നമ്മളൊരു വെജിറ്റബിൾ സ്റ്റൂ വിത്ത് ആപ്പമൊക്കെ കഴിക്കില്ലേ, ഇത് വട്ടയപ്പവും വെജിറ്റബിൾ സ്റ്റൂവും കഴിക്കുന്ന പോലെ തോന്നും. ഇതുപോലെ തന്നെ വട്ടയപ്പം തന്നെ ഈ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുമല്ലോ, ഇഡ്ഡലിയുടെ ഷേപ്പിൽ. അയ്യോ, ഇത് അറിയാണ്ട് കഴിച്ചു പോകും കേട്ടോ. കോരി കുടിക്കുന്ന പോലെ ചമ്മന്തിയിലിങ്ങനെ എക്സലൻ്റ് ആണ്. ഉണ്ടാക്കി നോക്കണം. ഓക്കെ, എനിക്കിനി കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഉച്ചയ്ക്ക് നമ്മൾ പുറത്ത് പോകുന്ന കാര്യമല്ല. ഇനി ആ വിശേഷങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട, കമൻറ്റ് ബോക്സിലേക്ക് വരണം കേട്ടോ. കുട്ടനുണ്ട്. കുട്ടൻ തൃശ്ശൂർ തോന്നുന്നു, വിഷ്ണു ദുബായി തോന്നുന്നു. കുറച്ച് ദിവസത്തേക്ക്, ഒരാഴ്ച. കുട്ടൻ പക്ഷേ 2 ദിവസത്തേക്ക് തിരിച്ചു പോകാറായി. ഞങ്ങൾ എല്ലാവരും കൂടി, കോഴിച്ചേട്ടനുണ്ട്, അതിനെക്കുട്ടി, മോളെ, എല്ലാവരും കൂടി നമ്മളൊരു ലഞ്ച് ഔട്ട്. എവിടെയാണ് നമ്മൾ പോകുന്നത്? ഗോകുലം ഗ്രാൻഡിൽ നല്ല ബുഫയാന്ന് പറയുന്നു. ഉച്ചയ്ക്ക് നമ്മളൊന്ന് നോക്കാൻ പോകണം. എന്നാൽ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി എല്ലാവരും ഇറങ്ങുന്നു. ഞാൻ ദേ നോക്കും, ഇതൊക്കെ നമ്മുടെ നിത്യകല്യാണി നിറച്ച് പോകും. ഇന്നലെ രാത്രി പൂത്തതാണ് കേട്ടോ. വാവ്, തറയിലൊക്കെ നോക്കിയേ, ഇഷ്ടം പോലെ പൂ വീണ് കിടക്കുന്നു. ഓ മൈ ഗോഡ്, നൈസ്. ഇപ്പോൾ ഈ ലൈറ്റ് രാത്രി ആകുമ്പോൾ കത്തും, ഭയങ്കര രസമാണ്. പിന്നെന്താ, എല്ലാവരും കൂടി ഒരു കാറിൽ തന്നെ പോകാമെന്ന് വിചാരിക്കണം. യെസ്, വിൽ ഗോ ഇൻ ദിസ് കാർ. ആ കുട്ടൻ മോളുമായിട്ട് വരുന്നു.
അനുവിൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ, ന്യൂ കട്ട്, ന്യൂ കളേഴ്സ്. അങ്ങനെ ഞങ്ങൾ സകുടുംബം ഹോട്ടലിലെത്താറായി. ഇത് ഗോകുലം ഗ്രാൻഡാണ്, ഓപ്പോസിറ്റ് ലുലു മോൾ ആ ഭാഗത്താണ്. എൻട്രൻസിലെത്തിക്കഴിഞ്ഞു. ഇനി ഉള്ളിലെ കാഴ്ചകൾ. ഒരു അടിപൊളി ബുഫേ ലഞ്ച് കഴിക്കാനാണ് എത്തിയിരിക്കുന്നത്. നല്ല ആംബിയൻസ്, കയറുമ്പോൾ തന്നെ നല്ല ഇമ്പ്രസീവായിരിക്കുന്നു. ഒരുപാട് തിരക്കും ഒന്നുമില്ല, ആൾക്കാരൊക്കെ വളരെ വളരെ കുറവ്. അപ്പോൾ നമുക്ക് വളരെ ലക്ഷകളിയായിട്ട്, പ്രത്യേകിച്ച് കുഞ്ഞുമായിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര അധികം തിക്കും തിരക്കും ഇല്ലാത്ത സ്ഥലത്ത് വരുന്നതാണ് എനിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്തായാലും സെലക്ഷൻ മോശമായില്ല, അത് മനസ്സിലായി. സരസ്വതി മൂലേ, ഉടുമൂലേ, അമ്മമ്മ എവിടെ? അമ്മമ്മ എവിടെ? യെസ്, ഒരു വലിയ സ്പ്രെഡ് തന്നെ ഉണ്ട്. കൊള്ളാം, നൈസ് സൂപ്സ്, റോസ്റ്റഡ് ചിക്കൻ സാലഡ്, ബാർബിക്യൂ എഗ് സാലഡ്, സ്പൈസി ഫിഷ് സലാഡ്, ബാർബിക്യൂ എഗ് സലാഡ്, റോസ്റ്റഡ് ചിക്കൻ സലാഡ്, കർഡ് റൈസ്. ഓക്കെ, വേൽപൂരി, പൈനാപ്പിൾ ഷാറ്റ്. Veg pizza. Live. The fish, eggs, That's eggs. all live. Yeah, eggs and choice of omelette. Okay. And the other side you can order appam and here paroda as well. And apart from this, tandoor breads are available like garlic naan, butter naan, pulka, and Then we can just order. Okay. yes. We'll get it on your table. Yeah. Thank you. Live pizza counter ഉണ്ട്, അമേരിക്കൻ കോൺ, ബാർബിക്യൂ ചിക്കൻ, സൂപ്സ് ഉണ്ട്. എന്തൊക്കെ സൂപ്സ്? നല്ല സ്പ്രെഡ് തന്നെ. ഹണി ഗ്ലേസ് ചിക്കന്, അപ്പം ഒക്കെ ലൈവ് സ്റ്റേഷനാണ്. എഗ് ഡ്രോപ്പ് ചിക്കൻ സൂപ്പ്. എനിക്ക് പൊതുവേ ബുഫേസ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഉണ്ടല്ലോ. ബെല്ലാരി ബീഫ്, മുർക്ക് മക്കൻ വാല, നല്ല പാത്രമാണ്. ഓക്കെ, ചിക്കൻ ഹോട്ടായിട്ട് വെച്ചിരുന്നു. ചിക്കൻ കസി, അങ്കമാലി ഫിഷ് കറി. ഓക്കെ, ഹലോ ഷെഫ് റജിലാൽ. ഓക്കെ, ഒരു വലിയ സ്പ്രെഡ് തന്നെയുണ്ട്. പൈനാപ്പിൾ പുഡിംഗ്. ഓക്കെ, ഐസ്ക്രീം തന്നെ 8 വെറൈറ്റി. ഓ നൈസ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കിവി ബേക്ഡ് യോഗർട്ട്. ഇത് ബേക്ഡ് ആണല്ലേ? ബനാന കാരമൽ. നല്ല ഡിഫറെൻറ്റ് ഡിസേർട്ട്സ് ആണല്ലോ. ഡാർക്ക് ചോക്ലേറ്റ് ബ്ലോണ്ടി, ഓറഞ്ച് ഗാറ്റ്യൂ. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത്, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലേ? മിൽക്ക് മൈസൂർ പാക്ക്, ഓൾ പേഡാസ്, പൈനാപ്പിൾ ബർഫി, മാംഗോ പേഡ, അസോർട്ടഡ് പേസ്ട്രീസ്. ഓ അടിപൊളി. ഇവിടെ രാജസ്ഥാൻ ഷെഫ് ഉണ്ടല്ലേ ഈ സ്വീറ്റ്സൊക്കെ. ക്യാരറ്റ് ഹൽവ, ഗോതമ്പ് പായസം, നമ്മുടെ ട്രഡീഷണൽ സാധനങ്ങൾ. ഓ വെരി നൈസ്, ബ്യൂട്ടിഫുൾ. താങ്ക് യു ഷെഫ്. അപ്പോൾ ഇന്ന് കഴിച്ചു തുടങ്ങാം അല്ലേ? നല്ല രസമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമല്ലേ വരുന്നത്. കൊള്ളാം, നൈസ്, ബ്യൂട്ടിഫുൾ. കാണാൻ നല്ല ആംബിയൻസ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തല്ലേ? വാവ്. ബാർബിക്യൂ ചിക്കൻ പിസ്സ. ഇത് സ്ട്രെയിറ്റ് ടേബിളിലേക്ക് ഫ്രം ദ കിച്ചൺ. അങ്ങനെയാണ്, നമ്മുടെ ലൈവ് കിച്ചണാണിത്. ഞാൻ കുറച്ച് സാലഡ്സ് ഒക്കെ എടുത്തു, വെജ് ആൻഡ് നോൺ വെജ് മിക്സ്ഡ്. 2 ടൈപ്പ് സൂപ്പിൻ്റെയും ഒരു 1/4 വെച്ചെടുത്തു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. കുട്ടൻ ഇവിടെ എന്തൊക്കെയാണ് പരിപാടി? തവ ഫിഷ്, ഗാർലിക് നാൻ. അത് ലൈവാണ്, ലൈവ് കിച്ചൺ. അത് നല്ല. ഇവിടുത്തെ ഇത് നോക്കൂ, നാണൊക്കെ നല്ല തിൻ ക്രസ്റ്റഡ് ആണ്. നല്ല ഈവൻ പിസയും അതുപോലെയാണ്, വളരെ തിന്നായിട്ടുള്ള ക്രസ്റ്റഡ് നല്ല സംഭവമാണ്. വിഷ്ണുവെല്ലാം ഒരു റൗണ്ട് കഴിഞ്ഞു. അനു സ്റ്റാർട്ടർ സ്റ്റേജ് കഴിഞ്ഞിട്ട് മോളെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ടറിന് വേണ്ടിയായിരുന്നു. ബോയിച്ചേട്ടൻ ബിസി കഴിച്ചുകൊണ്ടിരിക്കും. സരസ്വതി മോള് നോക്കുകയാണ് എല്ലാവരും കഴിക്കുന്നതാണ്. ഇനി ചോറും തൈരും കൊടുക്കാൻ വേണമെങ്കിൽ മോൾക്ക് ഫിഷ്. ഓക്കെ, താങ്ക് യു. തവ ഫിഷ്, തവ ഗ്രിൽ അല്ലേ? ഓക്കെ, ഫിഷ്. ഇത് ലൈവ് കിച്ചണിൽ നിന്നാണ്. ഇതെല്ലാം ഇവിടെ തന്നെ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക.
ഇനി കഴിച്ച് തുടങ്ങാം. ഞാൻ എൻ്റെ സ്റ്റാർട്ടർ കഴിഞ്ഞിട്ട് ഞാൻ അനുവിന് മെയിൻ കോഴ്സിലേക്ക് വിടും. അന്നേരം ഞാൻ മോളെ എടുക്കാം. അപ്പോൾ ഇവരാരെങ്കിലും കഴിച്ച് തീരുകയാണെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ എഗെയിൻ മോളെ ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. പക്ഷേ മോള് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര എനിക്കൊന്ന് പൊതുവെ ഈ ആംബിയൻസ് ഒക്കെ പൊതുവെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്നുള്ളൂ. ലീലയിൽ പോയപ്പോഴും എൻജോയ് ചെയ്തു. അപ്പോൾ മോൾക്ക് തൈര് ചോറ് പിന്നെ പഴം അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. സരസ്വതി മോൾക്കുള്ള തൈര് സാദം റെഡിയാകുന്നു. യോഗട്ട് പിന്നെ ഇനി ഒരു സൂപ്പും കൂടി, ക്യാരറ്റ് സൂപ്പും കൂടി ഞാൻ പറഞ്ഞു കൊടുത്തു, സോൾട്ടൊന്നും ഇല്ലാണ്ട്. ജസ്റ്റ് മിൽക്ക് ആൻഡ് ലിറ്റിൽ ബട്ടർ ചെയ്ത്. മോളെ എന്തിട്ട് ചക്കരി കുഞ്ഞ് യോഗട്ട് റൈസ്. എൻ്റെ മെയിൻ കോഴ്സ് ഹണി ഗ്ലേസ് ചിക്കൻ എടുത്തു, ബട്ടർ ചിക്കൻ, ചിക്കൻ മക്കൻവാല. ഇത് ചിക്കൻ ഫ്രിക്കാസി ഞാൻ പീസ് എടുത്തില്ല. ദിസ് ഇസ് വെജ് മഞ്ചൂരിയൻ, വെജ് മഞ്ചൂരിയൻ ബോൾസായിട്ട്. ഇനി നാൻ പറഞ്ഞിട്ടുണ്ട്, ബട്ടർ നാൻ. ഓക്കെ, അത് ടേബിളിൽ കൊണ്ടുവരും. ഓക്കെ ഓക്കെ. സോ ദിസ് ഇസ് നല്ല തിൻ ക്രസ്റ്റഡ്. മോൾക്ക് നല്ലതായിട്ട് തൈര് സാധനമാണ്, തൈരും ചോറും അതവന് ഇഷ്ടമാണ്. തൈര് പൊതുവേ മോളുറങ്ങി. പാവം വിഷുവിൻ്റെ തൊഴിൽ കിടന്നുറങ്ങും. ഉറങ്ങിപ്പോയി പാവം. കഴിച്ചോണ്ടിരുന്നപ്പോൾ ഉറങ്ങി വീണു അല്ലേ? അയ്യോ പാവം. ഹൈച്ചേറി ഇരുന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനി കുറേ കഴിക്കാനുണ്ട്. മധുരമൊക്കെ ഞാൻ മതിയാക്കിയിരിക്കുന്നൊരു സമയമാണിത്. ഹെൽത്തി ഫുഡ് കഴിച്ച് നടക്കുന്ന ഞാൻ ഇന്ന് എൻ്റെ ഫുഡ് ചീറ്റിംഗ് ഡേ ആണ്. ഇത്രയും ഡിസേർട്ട്സ് എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഒരു ദിവസം കഴിക്കാം. ടേസ്റ്റ്. അനുക്കുട്ടി യെസ് മെയിൻ കോഴ്സിലേക്ക് കയറി. എന്നൊരു മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അതന്നെ, വളരെ ശ്രദ്ധിച്ച് കഴിക്കുന്നു. കോച്ച് പറഞ്ഞു. ഞാനിപ്പം ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് മൈൻഡ്ഫുൾ ഈറ്റിങ്ങിലാണ്. പീസ് മാത്രമേ കഴിക്കുള്ളൂ, ഗ്രേവി കഴിക്കില്ല. അതാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ലേ? വിഷ്ണുവിന് ഉറക്കം വരുന്ന കുഞ്ഞുറങ്ങുന്നതായിട്ട് വിഷ്ണുവിന് ഉറക്കം വരുന്നു. അയ്യോ, നമ്മളിങ്ങനെ ലക്ഷോലയായിട്ട് പതുക്കെ കഴിച്ച് എനിക്ക് ബോചേട്ടൻ കഴിച്ച് കഴിഞ്ഞു. ഫിനിഷ്ഡ്. വെള്ളം കുടിക്കുന്നു. കുട്ടൻ്റെ തൊഴിലായി, വിഷ്ണുവിൻ്റെ വന്നു. നമ്മളെല്ലാം കഴിച്ചു. ഞാനും ഡിസേർട്ടിന് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഡിസേർട്ട്സ്. ഗുഡ്. അനുവിൻ്റെ പേഴ്സണൽ ട്രെയിനറിന് ഫോട്ടോ എടുത്ത് അയച്ചു. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഇനി കുറച്ച് വിത്തിൻ 10-15 മിനിറ്റ്സ് ഇവിടുന്ന് തിരിച്ചു വിട്ടു. നല്ല എക്സ്പീരിയൻസ്, നല്ല ഫുഡായിരുന്നു, നല്ല ആംബിയൻസ്, നല്ല സർവീസ്, എല്ലാം കൊള്ളാം. നൈസ്. എനിക്ക് ഇഷ്ടമായി. നല്ലൊരു ആംബിയൻസ്. ഇവിടെ വന്ന് വളരെ കൂളായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. നല്ല ഭക്ഷണമായിരുന്നു, നല്ല സ്പ്രെഡായി. ഇത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. സത്യം പറഞ്ഞാൽ നല്ലതാണ് ഇവിടുത്തെ ബൂഫെ, ഭയങ്കര നല്ല സ്പ്രെഡാണ്, നല്ല ഫുഡാണെന്നൊക്കെ. അങ്ങനെ നല്ലൊരു ലഞ്ചെല്ലാം കഴിച്ചിട്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവരുടെയും മുഖം കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ? അങ്ങനെ സുഖമായിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ച് പുറത്തായതുകൊണ്ട് വീട്ടിനകത്ത് നമുക്ക് ജോലിയില്ല. ഇനി തിരിച്ച് ചെന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്.
വിഷ്ണു അധികം ദിവസത്തേക്കല്ല കേട്ടോ വന്നത്, ഒരാഴ്ചത്തേക്കാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം സമയം വിഷ്ണുവായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. എന്തായാലും വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നാരായൺ വ്ളോഗ്സ്. ലവ് യു ഓൾ.